നിങ്ങളുടെ ഫോൺ ഞാൻ നോക്കിയപ്പോൾ പിന്നെയും കുറെ സംശയങ്ങളുണ്ട്. എന്താ? ഇത്രയും വലിയൊരു ബിസിനസ് മാഗ്നറ്റിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ 44 നമ്പർ. എന്താ അങ്ങനെ പാടില്ലേ? നന്ദീശ ഫോണിങ് നീലി, തൃശൂൽ, ത്രിവിക്രം, പിന്നെ അത് വീരൻ ചൂരനോ അതാരാണെന്ന് എനിക്കറിയില്ല. ഇത്രയും നമ്പറുള്ളൂ. അയ്യോ, അതെന്റെ പേഴ്സണൽ നമ്പറാ സാർ. വേറെ ആരുടെ കയ്യിലും ആ നമ്പർ ഇല്ല. ഇതാ ഈ ഫോണിലെ ഇതിലാണ് ബിസിനസ് നമ്പർ. ഞാൻ ജോലിയും പേഴ്സണൽ ലൈഫും കൂട്ടിക്കുഴയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അങ്ങനെയല്ലേ വേണ്ടത്, അല്ലേ? നിങ്ങള് പാമ്പുകളെ പേടിച്ച് അതിനെക്കുറിച്ച് വല്ലാതെ ആലോചിച്ച് കൂട്ടുന്നുണ്ടെന്നാ തോന്നുന്നേ. അതാ ഇത്ര ടെൻഷനായിട്ടിരിക്കുന്നത്. ഈ നാടെ അങ്ങനെയാണെന്ന് തോന്നുന്നു. മുൻപ് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തും പാമ്പിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ സാറ് തന്നെ പറഞ്ഞിട്ടില്ലേ, ആ സ്ഥലത്ത് നിറയെ പുറ്റുകളായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞിട്ടാണ് വീട് കെട്ടിയതെന്ന്. അതുപോലെ ഈ എസ്റ്റേറ്റിന്റെ മുമ്പിൽ നാഗവനാണെന്ന് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. നമ്മളവരെ ഉപദ്രവിക്കാതെ നാഗങ്ങളും തിരിച്ചൊന്നും ചെയ്യില്ല സർ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാറിന് എന്നെ സംശയമാണെങ്കിൽ വേണമെങ്കിൽ എന്നെ പരീക്ഷിച്ചോളൂ. ഗുരുക്കളെ, ആ ചൂർണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് ചോദിച്ചെന്താണെന്ന് വെച്ചാൽ, ആ ചൂർണം കാരണം സർപ്പ ഇച്ഛാധാരി നാഗമായി മാറിയാൽ അത് പിന്നെ ദിഗ്വിജയന്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം അപകടമായി തീരില്ലേ? ആ നാഗത്തെ അവിടെ ജീവനോടെ അല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്? വർഷങ്ങളുടെ തപസ്സിന്റെ ഫലമായി എനിക്ക് ലഭിച്ച മാന്ത്രിക ശക്തിയെക്കുറിച്ച് നിനക്കറിയില്ലേ ഭദ്ര? എന്റെ ഭക്തരെയും എന്നെ ആരാധിക്കുന്നവരെയും ഞാൻ തന്നെ അപകടത്തിലേക്ക് തള്ളിവിടുമെന്നാണോ? അങ്ങനെയല്ല ഗുരുക്കളെ, ക്ഷമിക്കണം, എന്റെ തെറ്റുകൾ പൊറുക്കണം. സാരമില്ല. ആ ചൂർണം കാരണം അവർക്കൊരപകടവും സംഭവിക്കില്ല ഭദ്ര. ഇപ്പോൾ അവരുടെ വീട്ടിൽ ബന്ധനത്തിലുള്ളത് ഇച്ഛാധാരി നാഗം തന്നെ ആയിരുന്നാലും ഈ ചൂർണത്തിന്റെ രൂക്ഷത കാരണം മുൻപേത് രൂപത്തിലായിരുന്നുവോ അതേ രൂപത്തിലേക്ക് തന്നെ മാറും. മനുഷ്യനോ പക്ഷിയോ മൃഗമോ ആവട്ടെ, ആ രൂപത്തിലേക്ക്. അതെയോ ഗുരുക്കളെ? അതെ. ഇച്ഛാധാരി നാഗങ്ങൾ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മിക്കവാറും മനുഷ്യരൂപത്തിലായിരിക്കും. ചൂർണത്തിന്റെ ശക്തി കാരണം നാഗം മനുഷ്യനായി മാറിയാലും അതിന് പിന്നെ ഒരു ശക്തിയും ഉണ്ടാവില്ല. നാഗതാളി പുഷ്പം, വെട്ടിയുടെ വേര്, പിന്നെ നാഗങ്ങളെ തുരത്തുന്നതിനു വേണ്ടിയുള്ള ശ്രേഷ്ഠമായ ഔഷധങ്ങൾ കൊണ്ട് ഞാൻ തയ്യാറാക്കിയ നാഗബന്ധാഷ്ടക ചൂർണമാണത്. അപ്പോ എല്ലാ സത്യവും മനസ്സിലാവൂല്ലേ? അതിനുശേഷം ആ നാഗത്തിനെ കൊണ്ടിനി ഒരു ശല്യവും ഉണ്ടാവില്ലല്ലേ ഗുരുക്കളെ? അതെ. ആ നാഗം മനുഷ്യരൂപത്തിലേക്ക് തന്നെ മാറിയാലും ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇനിമേൽ ആ നാഗം കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ ഉടൻ തന്നെ ദിഗ്വിജയന്റെ വീട്ടിലേക്ക് പോയി ആ നാഗത്തെ ദിഗ്ബന്ധനത്തിൽ അകപ്പെടുത്തേണ്ടി വരും. പരീക്ഷിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്നാലും എന്റെ മനസ്സിലുള്ള സംശയങ്ങൾ തീർക്കേണ്ടതിന്റെ ആവശ്യമല്ലേ? എന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്വമല്ലേ? എന്റെ മകൻ ഒരു പാമ്പിനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതെ, അങ്ങോട്ട് നോക്ക്. എന്റെ ഈ സംശയങ്ങൾക്കെല്ലാം അതാണ് കാരണം. ഓ അമ്മേ, എന്തുണ്ട് വിശേഷം? ഈ ചൂർണം ആ പാമ്പിന്റെ മേലയിട്. നമ്മുടെ സംശയങ്ങൾ മാറ്റണമല്ലോ.
ചേച്ചി കണ്ടില്ലേ ആ ഗരുഡൻ പാമ്പിനെടുത്തോണ്ട് പോയത്? അത് പോട്ടെ, എന്തായാലും നന്നായി. ത്രിവിക്രമ, നീ കണ്ടില്ലേ ഇതൊക്കെ? നീ വീട്ടിലേക്ക് ആ പാമ്പിനെ കൊണ്ടുവന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്? ഗുരുക്കൾ ഗരുഡന്റെ രൂപത്തിൽ വന്ന് ആ നാഗത്തെ എടുത്തോണ്ട് പോയതായിരിക്കും. എന്തായാലും നന്നായി. സോറി, എല്ലാവരോടും സോറി. ഞാൻ ആ പാമ്പിനെ പിടിച്ചോണ്ട് വന്നോണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ദാറ്റ്സ് ഓക്കെ. നടക്കാനുള്ളത് നടന്നു. ഇനി മേലിൽ ഇതുപോലെയൊന്നും ആവർത്തിക്കുന്നു. ശരിയാണ് അളിയ, എന്റെ നല്ല ജീവനങ്ങ് പോയി. അല്ല, ആ പാമ്പേ വീടിനുള്ളിലേക്ക് ഓടി നടന്നേ ഊഫ് ഊഫ് എന്ന് ശബ്ദം ഉണ്ടാക്കുന്ന കേട്ട് അയ്യോ ഞാനങ്ങ് പേടിച്ചു പോയി. എനിക്ക് പറ്റില്ലേ. അപ്പോ ശരിയെന്നാ, ഞാൻ പൊയ്ക്കോട്ടെ. എന്തോ ഞാൻ വന്ന സമയം ശരിയല്ലാന്ന് തോന്നുന്നു. നോ ഇറ്റ്സ് ഓക്കെ. സോറി, നിങ്ങൾ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയില്ല. ഇവര് വന്നുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സോറി, ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം കാണുമ്പോൾ സംസാരിക്കാം. ഫൈൻ, വരട്ടെ. ഓക്കെ, വരട്ടെ അമ്മ. സോറി, എൻ്റെ ഫോണ്. നന്ദിച്ച, ആ ഫോൺ ഇങ്ങനെ. താങ്ക് യു, ബൈ. അങ്ങയോട് നന്ദിയുണ്ട്. എന്നെ അവിടെ നിന്ന് രക്ഷിച്ചതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. പക്ഷേ ആരാണ് നിങ്ങൾ? എന്നെ രക്ഷിക്കാനായി നിങ്ങളെ അങ്ങോട്ടേക്ക് അയച്ചത് ആരാണ്? എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? പറയൂ, എന്നെ രക്ഷിക്കണമെന്ന ചിന്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങളെ അങ്ങോട്ടേക്ക് അയച്ചത് ആരാണ്? എന്റെ ഗുരുദേവനാണോ? എവിടെ? നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ. ആരാണത്? ഗുരുദേവൻ എന്നെ രക്ഷിക്കാനായി ആരെയോ പറഞ്ഞയച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഗുരുദേവൻ തന്നെ ഈ രൂപത്തിൽ വന്നതാണോ? അതാരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ. ഇല്ല, എന്നെ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള ശക്തി ഗുരുദേവനല്ലാതെ മറ്റാർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനർത്ഥം ആ വന്നത് എന്റെ ഗുരുദേവനാണ്. നന്ദിയുണ്ട് ഗുരുദേവ, ഒരുപാട് നന്ദി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നന്ദിയുണ്ട് ഗുരുദേവ. ഗരുഡ രൂപത്തിൽ വന്ന് അങ്ങനെ ആപത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ? അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നോ എന്തോ. എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കൂ ശിവാനി. സന്ധ്യാസമയത്ത് തൃശൂലിന്റെ കൂടെ പുറത്തു പോയതായിരുന്നു ഞാൻ. അപ്പോഴെനിക്ക് നാഗരൂപം കൈവരിക്കേണ്ട സമയം വന്നു. ആ രൂപത്തിൽ ഞാൻ ത്രിവിക്രമിന്റെ കയ്യിൽ അകപ്പെട്ട് അവരുടെ വീട്ടിൽ ഒരു ചില്ല് പാത്രത്തിൽ ബന്ധനത്തിൽ കഴിയേണ്ടി വന്നു. ഇത്രയെല്ലാം പറഞ്ഞിട്ടും ആ സന്ധ്യാ നേരത്ത് തൃശൂരിന്റെ കൂടെ എവിടെ പോയതായിരുന്നു നീ?
നിന്റെ ജീവന് തന്നെ അപകടം വരുത്തുന്ന കാര്യം എന്തിനാണ് ചെയ്തത്? അതെന്റെ ശ്രദ്ധക്കുറവാണ് ഗുരുദേവ, ക്ഷമിച്ചാലും. പക്ഷേ അങ്ങയുടെ ആശീർവാദം എന്റെ മേലുള്ളിടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ലെന്നുള്ള ധൈര്യം എനിക്കുണ്ട്. ധൈര്യം നല്ലത് തന്നെ. പക്ഷേ ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കുകയാണ് നിന്റെ ആദ്യ കർത്തവ്യം. പറയൂ, പിന്നെന്ത് സംഭവിച്ചു? ത്രിവിക്രമന്റെ വീട്ടിലുള്ളവരെല്ലാം ഞാനാണ് നാഗമായി മാറിയതെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. എന്റെ മേലുള്ള സംശയം ബലപ്പെട്ട് വരികയാണ്. ആ സമയം നീലി എന്റെ രൂപത്തിൽ വന്നതുകൊണ്ട് അവർക്ക് എന്റെ മേലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. തക്ക സമയത്ത് തന്നെ അങ്ങ് ഗരുഡ രൂപത്തിൽ വന്ന് എന്നെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്തില്ലേ? ആ ഗരുഡൻ എന്നെ അവിടെ നിന്ന് കൊത്തിക്കൊണ്ട് പറന്നു പോയപ്പോൾ സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. പക്ഷേ അങ്ങാണല്ലോ ആ രൂപത്തിൽ വന്നതെന്ന് ഓർത്തപ്പോൾ സമാധാനമായി. പക്ഷേ അങ്ങ് എന്തുകൊണ്ടാണ് എന്നോടൊന്നും സംസാരിക്കാതിരുന്നത് ഗുരുദേവ? അത് ഞാനായിരുന്നില്ല ശിവാനി. ഗരുഡ രൂപത്തിൽ വന്ന് നിന്നെ രക്ഷിച്ചത് ഞാനല്ല. നമ്മളെല്ലാം നാഗലോകത്തുള്ളവരാണ്. ഗരുഡന്മാർ നമ്മുടെ ശത്രു, എന്നും എന്നേക്കും ശത്രു. ഗരുഡൻ നമ്മുടെ കുലശത്രുവാണെന്ന് അറിയാവുന്നതല്ലേ? ഇച്ഛാധാരിയായി നമുക്ക് ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷെ ഗരുഡ രൂപം നമുക്ക് നിഷിദ്ധമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഞാൻ ഗരുഡ രൂപത്തിൽ വന്ന് നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തും? എങ്ങനെ സാധിക്കും? അങ്ങനെയാണെങ്കിൽ അതാരാണ് ഗുരുദേവ? എന്തൊരു അത്ഭുതമാണിത്! ആ ഗരുഡൻ എങ്ങനെ? ഗരുഡനായി വന്ന് എന്നെ രക്ഷിച്ച് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ പിന്നെ അയാൾ മനുഷ്യനായി മാറി. പക്ഷെ അയാൾക്ക് ചിറകുണ്ടായിരുന്നു. എന്നോടൊന്നും തന്നെ സംസാരിക്കാതെ അയാൾ പറന്നുപോയി. ഞാൻ കരുതിയത് അങ്ങ് തന്നെയായിരിക്കും ആ രൂപത്തിൽ വന്നതെന്നാണ്. ഇല്ല ശിവാനി, ഇതെന്തോ അത്ഭുതകരമായ മാറ്റത്തിന് കാരണമാകും. ത്രയംബകനെങ്ങാനും ആ രൂപത്തിൽ വന്നിരുന്നുവെങ്കിൽ രക്ഷപ്പെടുവാൻ നിന്നെ അനുവദിക്കില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ ആര്? ഇപ്പോൾ നമ്മുടെ മിത്രമോ അതോ ഭാവിയിലെ ശത്രുവോ? അവിടെ നിന്നും തൽക്കാലം രക്ഷ നേടിയതിൽ സന്തോഷിക്കുവാൻ സമയമായിട്ടില്ല. ആരിൽ നിന്നായാലും നിന്നെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഗരുഡ രൂപത്തിൽ വന്നവൻ ആര്? ആ സത്യം നമുക്ക് എത്രയും വേഗം അറിഞ്ഞേ തീരൂ. പോകൂ ശിവാനി, നിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ ആവട്ടെ ഗുരുദേവ, അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ചെയ്യാം. ഞാൻ പോയി വരട്ടെ. പോയി വരൂ. ശുഭയാത്ര. ഗുരുഭ്യോം നമഃ. വിജയ് ഭവ. ഞാൻ കൊടുത്തയച്ച ചൂർണം ആ നാഗത്തിനു മേൽ പ്രയോഗിച്ചില്ലേ? തെളിവുകൾ എന്തെങ്കിലും ലഭിച്ചോ? ചൂർണത്തിന്റെ പ്രയോഗം നടത്താൻ സാധിച്ചില്ല ഗുരുക്കളെ. അങ്ങ് ചെയ്തത് വലിയ സഹായമായി ഗുരുക്കളെ. എന്താ ഗുരുക്കളെ, ആ പാമ്പ് നാഗലോകത്തു നിന്നാണോ അതോ സാധാരണ പാമ്പാണോ? ചൂർണം ഞാൻ തന്നുവിട്ടതല്ലേ? അത് പ്രയോഗിക്കാതെ എന്റെ മുമ്പിൽ വന്ന് ഏത് നാഗമാണെന്ന് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാൻ സാധിക്കും? പക്ഷല്ല ഗുരുക്കളെ, ഞാൻ ആ ചൂർണം നാഗത്തിന്റെ മേലെ കിടാൻ പോയപ്പോ ഒരു ഗരുഡൻ പറന്നു വന്ന ആ നാഗത്തെ എടുത്തോണ്ട് പോയി. എന്ത്? ഗരുഡ പക്ഷി ആ നാഗത്തെ എടുത്തുകൊണ്ട് പോയെന്നോ? അതെ ഗുരുക്കളെ, ഞാൻ വിചാരിച്ചത് അങ്ങാണ് ആ ഗരുഡനെ അങ്ങോട്ട് അയച്ചെന്നാ. ഇല്ല ഇല്ല, ഞാൻ ഒരു ഗരുഡ പക്ഷിയെയും അവിടേക്ക് അയച്ചിട്ടില്ല. അപ്പോ വേറെ ഏതോ ശക്തി ആ ഗരുഡന്റെ രൂപത്തിൽ വന്ന് നാഗത്തെ രക്ഷിച്ചതായിരിക്കുമോ? അതോ സാധാരണ ഒരു ഗരുഡപക്ഷി വന്ന് ആ നാഗത്തെ ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കുമോ ഗുരുക്കളെ? ഇതല്പം കാര്യമായി ആലോചിക്കേണ്ട കാര്യമാണ്. എനിക്കതിന് സമയം വേണം. ഒരു കാര്യം കൂടി ഉണ്ട് ഗുരുക്കളെ. ഞാനൊരു പെണ്ണിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അവൾക്കും ഈ പാമ്പിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെങ്ങനെ നിങ്ങൾ ഉറപ്പിക്കും? അതിന് ചൂർണം നിങ്ങൾ പ്രയോഗിച്ചില്ലല്ലോ. അല്ല ഗുരുക്കളെ, ആ പെൺകുട്ടി ആ സമയത്ത് എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇതൊരു മായാ പ്രപഞ്ചമാണ് ദിഗ്വിജയ. ആ മാത്രയിൽ നിങ്ങൾ അവിടെ കണ്ടതെല്ലാം പൂർണ്ണമായും സത്യമാണെന്ന് വിശ്വസിക്കണ്ട. സത്യം എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചോളാം. അതുവരേക്കും അമിതമായ വിശ്വാസം കാരണം അപകടം വരുത്തിവെക്കരുത്. ജാഗ്രതയോടെ ഇരിക്കണം. ഇത് തന്നെ നിന്റെ സ്നേഹിതരോടും പറയണം. ശരി ഗുരുക്കളെ. നിങ്ങൾ പോയി വരൂ. വിജയ് ഭവ. ഏത് ശക്തിയായിരിക്കും
ആ നാഗത്തെ രക്ഷിച്ചുകൊണ്ടുപോയത്? ഏതാണ് ആ ശക്തി? യഥാർത്ഥ ഗരുഡനോ അതോ അവർ കണ്ടതെല്ലാം വെറും മായ മാത്രമോ?